ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രോക്കോളി കൊണ്ട് നല്ലൊരു ഹെൽത്തി സൂപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്രോക്കോളിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത്, ഗ്രീൻ ചില്ലി, ബ്ലാക്ക് പെപ്പർ, ഒരല്പം ബട്ടർ, അല്പം ക്യാരറ്റ്, സെലറി, ബീൻസ്, അല്പം കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂപ്പ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. 3 കപ്പ് സൂപ്പിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം ഞാനിവിടെ ബോയിൽ ചെയ്യുന്നുണ്ട്. അതിലോട്ട് ചോപ്പ് ചെയ്ത ക്യാരറ്റും ബീൻസും അല്പം സെലറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച ബ്രോക്കോളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രോക്കോളി ഒരുപാട് നേരം അങ്ങോട്ട് കുക്ക് ചെയ്തിട്ട് കളറ് പോകരുത്. മാക്സിമം പോയാൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പിൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇതേപോലെ കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രോക്കോളി ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കലക്കി വെച്ച കോൺഫ്ലോറിൻ്റെ പകുതി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സൂപ്പ് ഒരു അല്പം തിക്നെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് സൂപ്പിന് ഒരുപാട് തിക്നെസ് വേണ്ടെങ്കിൽ നമുക്ക് ഈ കോൺഫ്ലോർ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളൊരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം ബട്ടറും ഒരല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിലോട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തും അല്പം സെലറി ലീവ്സും കൂടി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമ്മുടെ ബ്രോക്കോളി പേസ്റ്റ് ചെയ്ത് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് നമുക്കൊരു 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രോക്കോളി സൂപ്പ് ഇതേപോലെ നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മേലിൽ കാണാൻ സ്കമ്മൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. ആ സൂപ്പ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓപ്ഷനിലാണ്. കുക്കിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇല്ലെങ്കിലും സൂപ്പിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മുടെ സൂപ്പിന് അല്പം കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള കോൺഫ്ലോർ കൂടി ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാച്ചുറൽ കളർ തന്നെയാണ്. നമ്മുടെ ബ്രോക്കോളി സൂപ്പിൻ്റെ കളർ തന്നെയാണ്. എക്സ്ട്രാ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സൈഡായിട്ട് നമുക്ക് ലെമൺ വെഡ്ജും അതേപോലെ തന്നെ ഗാർലിക് ബ്രെഡൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി സൂപ്പാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.